ഹായ്, മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യ വാരവും മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള 3 സിനിമകൾ റിലീസ് ചെയ്യുമെന്നാണ് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത്. അതായത് ആട് 3, ദൃശ്യം 3, അതുപോലെ പാട്രിയോട്ട്. ഈ 3 സിനിമകൾക്കും വലിയ ഹൈപ്പാണുള്ളത്. ഈ 3 സിനിമകളും വരുന്നത് മാർച്ച് അവസാന വാരം അതുപോലെ ഏപ്രിൽ ആദ്യ വാരത്തിലുമാണ്. തീർച്ചയായും ആ സമയത്ത് അവധിയാണ്. വമ്പൻ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമകൾക്ക് സാധിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയായിരുന്നു അവർ മുൻപ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞു, ഒരുപക്ഷെ തിയേറ്ററുകളിൽ ആൾ കയറും, ഈ സിനിമകൾക്ക് അത് ദോഷമാണ്, പല സിനിമകൾക്കും പ്രതീക്ഷിച്ച കളക്ഷൻ കിട്ടി എന്ന് വരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പല സിനിമകളുടെയും റിലീസിംഗ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൃശ്യം 3യുടെ റിലീസിംഗ് മാറ്റിയിട്ടില്ല. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, ഈ 3 സിനിമകൾക്ക് നല്ല ഹൈപ്പ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് വരുന്നത് ദൃശ്യം 3 തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം. അതങ്ങനെയാണ്. പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ദൃശ്യം 3 എന്ന സിനിമ കാണാൻ വേണ്ടി. മലയാളികൾ മാത്രമല്ല, മറ്റു ഭാഷക്കാരും. അപ്പോൾ ദൃശ്യം 3യുടെ റിലീസിംഗിൽ ഒരു മാറ്റവുമില്ല. ഏപ്രിൽ 2 അല്ലെങ്കിൽ 3 ഇതിലേതെങ്കിലും ഒരു ഡേറ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആട് 3 അതുപോലെ പാട്രിയോട്ട് ഈ 2 സിനിമകളുടെയും റിലീസിംഗ് മാറ്റി. ആട് 3 ദൃശ്യം 3 ഇറങ്ങുന്നതിന് ഒരാഴ്ച മുൻപാണ് റിലീസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരാഴ്ച കൂടി പുറകിലോട്ട് മാറ്റിയിരിക്കുന്നു. അതായത് മാർച്ച് 19-നാണ് ആട് 3 റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൃശ്യം 3 ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുൻപ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകൾ കിട്ടുമായിരിക്കും. പക്ഷെ ഒരാഴ്ച മാത്രമേ ഒരുപാട് തിയേറ്ററുകളിൽ സിനിമയ്ക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ. ദൃശ്യം വന്നു കഴിഞ്ഞാൽ പല തിയേറ്ററുകളിൽ നിന്നും സിനിമ എടുത്ത് മാറ്റേണ്ടി വരും. ഒരുപക്ഷെ മികച്ച സിനിമയാണെങ്കിൽ ലോങ് റൺ അത് ആട് 3ക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി പുറകിലോട്ട് സിനിമ മാറ്റിയിരിക്കുന്നു. മാർച്ച് 19-നാണ് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ട് ദൃശ്യം 3യും ആട് 3യുമായിട്ട്. തീർച്ചയായും സാധാരണ പ്രേക്ഷകരെല്ലാം ആദ്യ 2 ആഴ്ച കൊണ്ട് തന്നെ സിനിമ കണ്ടിരിക്കും. അത് നല്ലൊരു തീരുമാനമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പാട്രിയോട്ട് ദൃശ്യം 3 കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് പാട്രിയോട്ട് റിലീസ് ചെയ്യുക എന്നാണ് മുൻപ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഏപ്രിൽ 9 നിന്ന് ഏപ്രിൽ 23 മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററുകളിൽ തരംഗമായി കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ, ഏപ്രിൽ 9 പാട്രിയോട്ട് ഇറങ്ങിയാലും സിനിമ മികച്ചതായി കഴിഞ്ഞാലും കളക്ഷൻ കാര്യമായി കുറയും എന്ന് അവർക്ക് കൃത്യമായി അറിയാം. തിയേറ്ററുകളും വലിയ രീതിയിൽ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ പാട്രിയോട്ട് ഏപ്രിൽ 23 മാറ്റിയിരിക്കുന്നു. ദൃശ്യം 3 ഇറങ്ങുന്ന സമയത്ത് മറ്റു ഒരു സിനിമകളും ചാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൃശ്യം 3 എന്ന സിനിമയെ സിനിമാക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ പറയുന്ന ഏപ്രിൽ ആദ്യ വാരം. അവിടെ ദൃശ്യം 3 അല്ലാതെ മറ്റൊരു സിനിമയ്ക്കും സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളും ദൃശ്യം 3യോടൊപ്പം സിനിമ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആട് 3 റിലീസ് ചെയ്യുന്നത്, അതായത് കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആട് 3 റിലീസ് ചെയ്യാൻ പോകുന്നത്, മാർച്ച് 19-ന്. പാട്രിയോട്ട് ആണെങ്കിൽ വിഷു എല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 23 തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. 3 സിനിമകൾക്കും വലിയ ഹൈപ്പുണ്ട്. ഒരുമിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ഷനെ ബാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള സിനിമ അവർ പറഞ്ഞ സമയത്ത് വരും. മറ്റുള്ള സിനിമകൾ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. ഈ 3 സിനിമകളും വലിയ വിജയമായി മാറട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.